Annie will share a few words in the beginning and then I'll continue. Annie, സോദരി ആദ്യം പ്രാരംഭമായിട്ട് സംസാരിക്കും, അതിനെ തുടർന്ന് ഞാൻ സംസാരിക്കും. Praise the Lord. ദൈവത്തിന് സ്തോത്രം. I'm so happy to get this opportunity to have fellowship with dear brothers and sisters. പ്രിയ സഹോദരി സഹോദരന്മാരോട് ഇപ്രകാരം കൂട്ടായ്മയ്ക്കുള്ള ഈ ഒരു അവസരത്തിനായിട്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. We praise and thank God for taking care of us in these difficult days. ഈ ബുദ്ധിമുട്ടുള്ള നാളുകളിൽ ഞങ്ങളെ ദൈവം ഇത്രകാലം സൂക്ഷിച്ചതിന് ഞങ്ങൾ ദൈവത്തിന് നന്ദിയുള്ളവരാണ്. He has taken care of all of us. നമ്മെ എല്ലാവരെയും ദൈവം സൂക്ഷിച്ചു, പരിപാലിച്ചു. Some of us have gone through deep sorrow and suffering, but God held our hand and led us. നമ്മിൽ പലരും ചിലര് വളരെ ആഴമായ ബുദ്ധിമുട്ടിലും പ്രയാസങ്ങളിലും ദുഃഖങ്ങളിലും ഒക്കെ കടന്നുപോയിട്ടുണ്ട്. എന്നാൽ ദൈവം നമ്മുടെ കരങ്ങളെ പിടിച്ച് നമ്മെ താങ്ങി. And we can trust him to guide us in the same way in the coming days. വരുന്ന നാളുകളിലും നമ്മെ ഇതുപോലെ മുമ്പോട്ട് നടത്തുവാനായിട്ട് നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം, ദൈവത്തിൽ വിശ്വസിക്കാം. Our strength comes only from the Lord. ദൈവത്തിൽ നിന്ന് മാത്രമാണ് നമ്മുടെ ശക്തി വരുന്നത്. So every day and many times a day we cry out to him in prayer. അതുകൊണ്ട് ഓരോ നാളും ഒരു ദിവസത്തിൽ തന്നെ പല പ്രാവശ്യം നാം ദൈവത്തോട് പ്രാർത്ഥനയിൽ കരയുകയാണ്. That is something which God has taught us in these days, to pray more. ഈ ദിവസങ്ങളിൽ ദൈവം ഞങ്ങളെ പഠിപ്പിച്ച ഒരു കാര്യം ഇതാണ്, കൂടുതൽ പ്രാർത്ഥിക്കുവാനായിട്ട്. And to get guidance and strength and comfort from his word. ദൈവവചനത്തിൽ നിന്ന് ആലോചനയും അതുപോലെ ആശ്വാസവും ശക്തിയും ലഭിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുവാൻ. And we have learned to respect God's word in these days. ഈ നാളുകളിൽ ദൈവവചനത്തെ കൂടുതൽ ബഹുമാനിക്കുവാനും ദൈവം ഞങ്ങളെ പഠിപ്പിക്കുന്നു. To be a godly wife, we need really grace from God. ഒരു ദൈവഭക്തിയുള്ള ഒരു ഭാര്യയായിരിക്കണമെങ്കിൽ നമുക്ക് ദൈവത്തിൽ നിന്ന് കൃപ ആവശ്യമാണ്. And to be a godly mother also, only God can make us godly women. അതുമാത്രമല്ല, ഒരു ദൈവഭക്തിയുള്ള മാതാവാകണമെങ്കിലും ദൈവത്തിന് മാത്രമാണ് അപ്രകാരം നമ്മെ സഹായിക്കുവാനായിട്ട് കഴിയുക. Thank God we have teachings in the church which can encourage us and lead us in the way we should live. നാം എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ളതിന് നമ്മെ ഉത്സാഹിപ്പിക്കുവാനും നമുക്ക് വഴി കാണിച്ചു തരുവാനും നമുക്ക് ദൈവസഭയിൽ അതിനുള്ള ദൈവവചനം ലഭിക്കുന്നു എന്നുള്ളതിന് നമുക്ക് ദൈവത്തിന് നന്ദി കരയറ്റാം. For my part, I can say that praying with my husband has brought me so much strength and confidence. ഞാൻ എൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ പറയട്ടെ, എൻ്റെ ഭർത്താവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നത് എനിക്ക് വളരെയധികം ശക്തിയും ധൈര്യവും എനിക്ക് പ്രദാനം ചെയ്തിട്ടുണ്ട്. I felt that when we pray together, God will hear and answer our prayer. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കും, ഞങ്ങൾക്ക് ഉത്തരം നൽകും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. So in all matters in the home and regarding children, every decision, I found confidence and strength when we prayed. My husband and I prayed together. അതുകൊണ്ട് ഭവനത്തിലെ എല്ലാ കാര്യങ്ങളിലും, കുഞ്ഞുങ്ങളുടെ ആവശ്യം, വീട്ടിലെ എല്ലാ കാര്യങ്ങളിലും ഭർത്താവും ഭാര്യയും ഞങ്ങൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിൽ കൂടുതൽ ശക്തിയും ധൈര്യവും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. And another thing I realized is that I should not hide and do anything from my husband. അത് മാത്രമല്ല, മറ്റൊരു കാര്യം ഞാൻ അഭ്യസിച്ചത് ഇതാണ്, എന്റെ ഭർത്താവിൽ നിന്ന് മറച്ചു വെച്ച് ഞാൻ ഒരു കാര്യവും ചെയ്യുവാനായിട്ട് പാടില്ല. I realized many times when I tried to do that, my life was a failure. ഞാൻ ചെയ്തിരുന്നെങ്കിൽ എന്റെ ജീവിതം ഒരു പരാജയമായി മാറുമായിരുന്നു എന്ന് എനിക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. So God taught me to be open and honest with my husband all the time. അതുകൊണ്ട് എപ്പോഴും എന്റെ ഭർത്താവിനോട് സുതാര്യതയും സത്യസന്ധതയും പുലർത്തുവാനായിട്ട് ദൈവം എന്നെ പഠിപ്പിച്ചു. And also in the matter of speech, to try my best to talk in a pleasant way. അത് മാത്രമല്ല, എന്റെ സംസാര രീതി, ഞാൻ സംസാരിക്കുമ്പോഴും
എന്നെ കൊണ്ട് കഴിയുന്ന ഏറ്റവും നല്ല രീതിയിൽ ഞാൻ ഒരു നല്ല പ്ലസന്റ് ആയിട്ട് ഒരു സന്തോഷം കൊടുക്കുന്ന രീതിയിൽ സംസാരിക്കാനായിട്ട് ഞാൻ അഭ്യസിച്ചു. That is an area which I felt need, and I'm growing day by day and still growing every day. എന്റെ ജീവിതത്തിലും അതെനിക്ക് ഒരു ആവശ്യമായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ വളർന്നുകൊണ്ടിരിക്കുന്ന, ഇപ്പോഴും ഞാൻ വളർന്നു വരുന്ന ഒരു മേഖലയാണ് അത്. I can't say I become perfect, but I want to be more and more godly in that area of speech. ഞാൻ എന്റെ സംസാര രീതി ആ മേഖലയിലും കൂടുതൽ ഞാൻ ഒരു പൂർണ്ണതയിലേക്ക് വരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. Sometimes when tempted to say things which are not very pleasant, don't speak that whatever comes to our mind immediately. പറയുവാനായിട്ട് ചില കാര്യങ്ങൾ അത് ഒരു സമാധാനവും സന്തോഷവും കൊടുക്കുന്ന ഒരു കാര്യമല്ല. അങ്ങനെയെങ്കിൽ ഉടനെ തന്നെ മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ പറയാതിരിക്കുക. Take some time to think about what we have to say, and then the Lord will give us the words to say it in a nice way. നമ്മൾ മനസ്സിൽ വരുന്ന ഈ കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ച ശേഷം കാത്തിരുന്ന് അതിനെ തുടർന്ന് ദൈവം നമുക്ക് എന്താണ് സംസാരിക്കേണ്ടത് എന്ന് ദൈവം നമുക്ക് കാണിച്ചു തരും, അപ്പോൾ പറയുക. That is an area which we all need wisdom, and we grow in that wisdom. നമുക്ക് എല്ലാവർക്കും ജ്ഞാനം വേണ്ട ഒരു മേഖല ആണ് അത്. ആ ജ്ഞാനത്തിൽ നാം വളരേണ്ടതുണ്ട്. And regarding talking to our children also, we need to spend time to talk to them and listen to them, to what they have to talk to us. നമ്മുടെ കുഞ്ഞുങ്ങളോട് സംസാരിക്കുന്ന കാര്യത്തിലാണെങ്കിലും നമുക്ക് സമയമെടുത്ത് അവര് എന്താണ് പറയുന്നത് എന്ന് നമുക്ക് കേൾക്കേണ്ടതുണ്ട്, അവരോട് നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. അതിനും നമുക്ക് ജ്ഞാനം ആവശ്യമാണ്. Don't talk to them in a blaming or scolding way. അവരെ പഴിചാരുന്ന രീതിയിൽ, വഴക്ക് പറയുന്ന രീതിയിലല്ല അവരോട് സംസാരിക്കേണ്ടത്. And at the same time, we should not spoil them by always flattering them. എന്നാൽ എപ്പോഴും അവരോട് മുഖസ്തുതി പറഞ്ഞ് അവരെ വഷളാക്കുകയും ചെയ്യരുത്. Then that flattery will spoil them. അങ്ങനെയുള്ള ആ ഒരു മുഖസ്തുതി അത് അവരെ നശിപ്പിച്ചു കളയും. At each child level, we must talk to them in that level. ഓരോ കുഞ്ഞിനും ആ കുഞ്ഞിന്റെ ഒരു നിലവാരമുണ്ട്. ആ ഒരു നിലവാരത്തിലാണ് നമ്മൾ ആ കുഞ്ഞിനോട് സംസാരിക്കേണ്ടത്. For example, for small children, 4-5-year-old children, we don't need to talk to them about sexual matters. കാരണം നമ്മൾ 4-5 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക്, അങ്ങനെയുള്ള കുഞ്ഞുങ്ങളോട് നമ്മൾ ലൈംഗിക കാര്യങ്ങളെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. But when they become teenagers, we must talk to them about those things. എന്നാൽ അവര് ഒരു ടീനേജ് പ്രായം ആകുന്ന സമയത്ത് ഈ കാര്യങ്ങളെ കുറിച്ച് അവരോട് സംസാരിക്കേണ്ടതുണ്ട്. We must warn them about the dangers of things they can see in the mobile phone and in the internet. മൊബൈൽ ഫോണിലും ഇന്റർനെറ്റിലും ഒക്കെ അവര് കാണുന്ന കാര്യങ്ങളെ കുറിച്ച് ഈ ടീനേജ് ആവുമ്പോൾ അവർക്ക് നമ്മൾ മുന്നറിയിപ്പ് കൊടുക്കേണ്ടതുണ്ട്. When their friends may show them wrong things, but we must warn them, turn your eyes away from such things. അവരുടെ സുഹൃത്തുക്കൾ ഒരുപക്ഷെ ചില കാര്യങ്ങളൊക്കെ അവരെ കാണിച്ചെന്ന് വരാം. എന്നാൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് അവരുടെ കണ്ണുകളെ വിലക്കണം എന്ന് നാം അവർക്ക് മുന്നറിയിപ്പ് നൽകണം. We must warn them that it's a pit they can fall in. They must have the grace from God to turn away from such things. ഇത് അവര് വീണു പോകാവുന്ന ഒരു കുഴിയാണെന്നും ആ കുഴിയിൽ നിന്ന് അവര് മാറുവാനായിട്ട്, അതിൽ വീഴാതെ ശ്രദ്ധിക്കാനായിട്ട് അവര് വളരെ ശ്രദ്ധിക്കണം എന്നും നമ്മൾ ഒരു മുന്നറിയിപ്പ് കൊടുക്കണം. These days, teenagers are facing a lot of pressure in their studies, jobs, and in their career, especially in the COVID situation. ഈ കോവിഡിന്റെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഈ ടീനേജിലുള്ള കുട്ടികൾ അവരെ പലതരത്തിലുള്ള അവരുടെ പഠനം, അവര് ആയിരിക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ അവർ പല സമ്മർദ്ദങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. We must assure them that mommy and daddy are there to share the burden with them. മമ്മിയും ഡാഡിയും അവരോടൊപ്പം ഉണ്ട്, അവരുടെ ഭാരങ്ങളെ വഹിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഉണ്ട് എന്നുള്ള ഒരു ബോധ്യം നമ്മൾ ആ കുഞ്ഞുങ്ങൾക്ക് നൽകണം. Don't worry about anything. With God's help, we will go through these difficult days. ഒരു കാര്യത്തെക്കുറിച്ച് നീ ഭാരപ്പെടണ്ട. ദൈവത്തിന്റെ സഹായത്തോടെ ഈ ഒരു ബുദ്ധിമുട്ടിലൂടെ, ഈ സാഹചര്യത്തിലൂടെ നമുക്ക് ഒന്നിച്ച് കടന്നു പോകാം എന്ന് നമ്മൾ ഉറപ്പിക്കണം അവരെ. We must encourage them and give them comfort and hope.
അവരെ ഉത്സാഹിപ്പിക്കുകയും അവർക്ക് ആശ്വാസവും പ്രത്യാശയും കുഞ്ഞുങ്ങൾക്ക് നാം പകർന്നു നൽകണം. Pray with them and pray for them. അവരോടൊപ്പം പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. And God will give us wisdom how to talk to them. എങ്ങനെ അവരോട് സംസാരിക്കണം എന്ന കാര്യത്തിൽ ദൈവം നമുക്ക് ജ്ഞാനം നൽകും. And the children must see that what we are outside is what we are inside. We are not hypocrites. നാം കാപട്യക്കാരല്ല, നാം പുറമേ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നാം ആന്തരികമായും അകത്തും എന്നുള്ളത് കുഞ്ഞുങ്ങൾ കാണട്ടെ, മനസ്സിലാക്കട്ടെ. And they must know that daddy and mommy, they are praying for us all the time. എപ്പോഴും അപ്പനും അമ്മായും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് കുഞ്ഞുങ്ങൾ അവരെ കാണട്ടെ, അവരറിയട്ടെ. Just like our parents are with us, God is also with us. They will see that. അങ്ങനെ മാതാപിതാക്കൾ അവർക്ക് വേണ്ടി നിൽക്കുമ്പോൾ, അവരോടൊപ്പം ഉള്ളപ്പോൾ ദൈവവും ഞങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ള ഒരു ബോധ്യം അവർക്ക് ലഭിക്കും. We both can only say that everything is by the grace of God and by the mercy of God what we are today. ഇന്ന് ഞങ്ങൾ ആയിരിക്കുന്നത് അത് എല്ലാം തന്നെ ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ കൃപ, അതുകൊണ്ട് ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പറയുവാനായിട്ട് കഴിയും. We are thankful for everything God did for us in the past and what is doing even now for us. കഴിഞ്ഞ നാളുകളിൽ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, ഇന്ന് ദൈവം ഞങ്ങൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഈ കാര്യങ്ങൾക്കൊക്കെ ഞങ്ങൾ ദൈവത്തോട് നന്ദിയുള്ളവരാണ്. Thank you, dear brothers and sisters, for praying for us regularly. ഞങ്ങൾക്ക് വേണ്ടി തുടർമാനമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതിന് പ്രിയ സഹോദരന്മാരെ നിങ്ങളോടുള്ള നന്ദി അറിയിക്കുന്നു. May God bless you, each one of you, families and children. നിങ്ങളെ എല്ലാവരെയും, കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. Hope God can give us the chance for us to meet together in person soon. ഉടനെ അടുത്ത് തന്നെ നമുക്ക് നേരിട്ട് കാണുവാനായിട്ട് ദൈവം അവസരം നൽകട്ടെ. God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Okay, we'll continue now. And I would like to, before I go into these questions, I will share a little bit about bringing up children, which is the other aspect of family life. ഞാൻ തുടരട്ടെ. ഈ ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കുടുംബജീവിതത്തിന്റെ മറ്റൊരു മേഖല എന്നുള്ളത് കുഞ്ഞുങ്ങളെ വളർത്തുന്നതാണല്ലോ. അപ്പൊ കുഞ്ഞുങ്ങളെ വളർത്തുന്ന കാര്യങ്ങളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പരാമർശിക്കട്ടെ. I've discovered one thing, that if we make an excuse for our sin, we will never overcome it. Please remember this. നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഇതാണ്. എപ്പോഴെങ്കിലും നിങ്ങളുടെ പാപത്തെക്കുറിച്ച് നിങ്ങൾ ഒരു ഒഴികഴിവ് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ പാപത്തെ ജയിക്കുവാനായിട്ട് കഴിയുകയില്ല. You take the matter of anger. നിങ്ങൾ കോപത്തെക്കുറിച്ച് തന്നെ ചിന്തിക്കുക. If you say, oh brother, this is in our family, my father, grandfather, mother was all like this. സഹോദര, ഇത് ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഉള്ളതാണ്. എൻ്റെ അപ്പൻ, അപ്പൂപ്പൻ, എല്ലാവർക്കും ഇത് ഈ തരത്തിലുള്ള പെട്ടെന്ന് ക്ഷോഭിക്കുന്ന സ്വഭാവമുണ്ട് എന്ന് പറഞ്ഞാൽ, I can prophesy you will never get victory over anger in your whole life. ഞാൻ ഒരു പ്രവചനമായിട്ട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനം വരെ നിങ്ങൾക്ക് കോപത്തിൽ നിന്ന് വിജയം ലഭിക്കുകയില്ല. And you will most probably end up in hell. അത് മാത്രമല്ല, നിങ്ങൾ മിക്കവാറും നരകത്തിൽ ചെന്ന് അവസാനിക്കുകയും ചെയ്യും. Because that is what Jesus said in Matthew 5 verse 22 onwards, that anger is the first of 3 steps to hell. മത്തായി 5:24 മുതൽ അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഈ നരകത്തിലേക്കുള്ള 3 പടികളിൽ ആദ്യത്തേത് കോപമാണ്. From there, anger, then you go to hell. അവിടെ കോപം, അതിനെ തുടർന്ന് നിങ്ങൾ നരകത്തിലേക്കാണ് നിവദിക്കുന്നത്. That applies to everything. അതാണ് തുടക്കം. Yeah, for example, you say, brother, some children are nice, that's why maybe they grew up well, but my children are very stubborn. ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞേക്കാം, അവര് നല്ല കുഞ്ഞുങ്ങളായതുകൊണ്ടാണ് അങ്ങനെ വളർന്നു വന്നത്, പക്ഷെ എന്റെ കുഞ്ഞുങ്ങൾ അങ്ങനെയല്ല. Yeah, I'll tell you, your children will never grow up well. അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒരിക്കലും നല്ല രീതിയിൽ വളർന്നു വരികയില്ല. Because of one fundamental reason. അതിന്റെ കാരണം ഒരു അടിസ്ഥാനപരമായ പ്രശ്നം കാരണമാണ്. You are not
willing to say the fault is with me. എന്റെ കുഴപ്പമാണ് എന്ന് സമ്മതിക്കുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. അതുകൊണ്ടാണ് Always you want to put the blame on somebody else. മറ്റുള്ളവരിൽ എപ്പോഴും പഴി ചാരുവാനായിട്ടുള്ള ഒരു പ്രവണത നിങ്ങൾക്കുണ്ട്. My അതുകൊണ്ടാണ് parents were like this. എന്റെ മാതാപിതാക്കൾ അങ്ങനെ ആയതുകൊണ്ടാണ്, My husband's parents are troubling me. അല്ലെങ്കിൽ എന്റെ ഭർത്താവിന്റെ മാതാപിതാക്കന്മാർ എന്നെ ശല്യപ്പെടുത്തുന്നു, Or my children are particularly stubborn. അല്ലെങ്കിൽ ഞങ്ങളുടെ കുട്ടികൾ മാത്രം അവര് പ്രത്യേകിച്ച് വളരെയധികം ഒരു മത്സരികളാണ്. Man has got a tremendous lust to justify himself and prove that he is right and everybody else is wrong. തന്നെ തന്നെ ന്യായീകരിക്കുവാനും മറ്റുള്ള എല്ലാവരും തെറ്റാണ് എന്നും പറയുവാനുള്ള ഒരു പ്രവണത മനുഷ്യന് ഉണ്ട്. You know, when God asked Adam, what did you do? Did you eat of the ആദാമിനോട് tree? ദൈവം Did you eat from the tree? ആദാമിനോട് ദൈവം ചോദിച്ചു, നീ എന്താണ് ചെയ്തത് ഈ പഴം കഴിച്ചപ്പോൾ ചോദിച്ചപ്പോൾ അവൻ എന്താണ് പറഞ്ഞത്? Only two answers, yes or no. അവന് കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നുകിൽ കഴിച്ചു അല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. But he found a third answer. എന്നാൽ അവന് മൂന്നാമതൊരു ഉത്തരമാണ് കണ്ടെത്തിയത്. Pointed at his wife. തന്റെ വിരൽ തന്റെ ഭാര്യയ്ക്ക് നേരെ ചൂണ്ടി. This pointing finger started in the Garden of Eden. ഏദൻ തോട്ടത്തിലാണ് ഈ വിരൽ ചൂണ്ടുന്ന സ്വഭാവം അത് തുടങ്ങിയത്. If you don't get rid of it, I prophesy you'll never get victory in your life. നിങ്ങൾ ആ വിരൽ ചൂണ്ടുന്ന ഈ ഒരു സ്വഭാവത്തെ നിങ്ങൾ മാറ്റിക്കളയുന്നില്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും വിജയം ലഭിക്കുകയില്ല എന്ന് ഞാൻ പറയട്ടെ. Let me give you a promise from the word of God in Isaiah chapter 58. യെശയ്യാവ് 58-ാം അധ്യായത്തിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു വാഗ്ദത്തം ഞാൻ നിങ്ങളെ കാണിക്കട്ടെ. Here it says that your life can be like a beautiful garden. ഇവിടെ നാം വായിക്കുന്നത് നിങ്ങളുടെ ജീവിതം മനോഹരമായ ഒരു പൂന്തോട്ടം പോലെ ആകുവാനായിട്ട് കഴിയും എന്ന് വായിക്കും. Verse 11, last part, like a watered garden where the spring of water never fails. 11-ാം വാക്യത്തിന്റെ അവസാന ഭാഗം, നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ് പോലെയും ആകും. But one of the conditions is, എന്നാൽ അതിന്റെ ഒരു നിബന്ധന എന്താണ് എന്ന് പറയട്ടെ. verse 9, you must call unto the Lord and he will answer. അപ്പോൾ നീ വിളിക്കും, യഹോവ ഉത്തരമരുളും. Verse 9, 9-ാം വാക്യം, as soon as you call, he will say, here I am. നീ വിളിക്കുന്ന ഉടനെ തന്നെ യഹോവ ഉത്തരമരുളും. നീ നിലവിളിക്കുമ്പോൾ അവൻ ഉത്തരമരുളും. There's one condition, you must stop pointing the finger at other people. ഞാൻ വരുന്നു എന്ന് അവൻ അരുളി ചെയ്യും. പക്ഷെ ഒരു നിബന്ധനയുണ്ട്, നുകവും വിരൽ ചൂണ്ടുന്നതും നീ നിന്റെ നടുവിൽ നിന്ന് നീക്കിക്കളയണം. That which Adam did, you have to get rid of that. ആദാം ചെയ്ത ആ കാര്യം, വിരൽ ചൂണ്ടുന്നത്, അത് നിന്റെ ജീവിതത്തിൽ നിന്ന് നീ മാറ്റിക്കളയണം. How many of you will take a decision today? I am going to get rid of this pointing finger. ഈ ഒരു വിരൽ ചൂണ്ടുന്ന സ്വഭാവം ഞാൻ എന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയും എന്ന് നിങ്ങളിൽ എത്ര പേർക്ക് ഇന്ന് ഒരു തീരുമാനം എടുക്കുവാനായിട്ട് കഴിയും? Tell your son or daughter, you are like this. മകനെയോ മകളെയോ നോക്കി നീ ഇങ്ങനെയാണ് എന്ന് വിരൽ ചൂണ്ടിക്കൊണ്ട് Or പറയും. to your husband or wife, you are like this. അല്ലെങ്കിൽ ഭാര്യയോട് ഭർത്താവിനോട് നീ ഇങ്ങനെയാണ് എന്ന് വിരൽ ചൂണ്ടിക്കൊണ്ട് പറയും. Are you surprised that God does not hear your prayer? നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കാത്തത് എന്ന് കാണുമ്പോൾ എനിക്ക് അത്ഭുതമില്ല. Are you surprised that after 20 years you still don't get victory over sin? 20 വർഷങ്ങൾക്ക് ശേഷവും നിങ്ങൾക്ക് പാപത്തിന്റെ മേൽ ജയമില്ല എന്നുള്ളതിൽ നിങ്ങൾക്ക് അത്ഭുതമുണ്ടോ? Here it says, as soon as you cry, God will say, here I am, if you stop pointing the finger. നിങ്ങൾ വിരൽ ചൂണ്ടുന്നത് നിർത്തുന്നുവെങ്കിൽ നീ നിലവിളിക്കുന്ന ഉടനെ ഞാൻ വരുന്നു എന്ന് അവൻ അരുളി ചെയ്യും, ഉത്തരം നൽകുമെന്നാണ് നാം ഈ വചനത്തിൽ 9-ാം വാക്യത്തിൽ വായിച്ചത്. I want that in my life, that as soon as I pray, God will say, here I am. ഞാൻ പ്രാർത്ഥിക്കുന്ന ഉടനെ ഞാൻ ഇതാ എന്ന് പറഞ്ഞ് ഉടനെ എന്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തെയാണ് എനിക്ക് ആവശ്യം. So I'm going to fulfill the condition in verse 9. I will stop pointing the finger at anybody. അങ്ങനെ സംഭവിക്കണമെങ്കിൽ ഒരു മനുഷ്യന്റെ നേരെയും വിരൽ ചൂണ്ടുന്ന ആ ഒരു സ്വഭാവത്തെ ഞാൻ നിർത്തും. Because that is what the devil is doing towards God's children all the time. ദൈവത്തിന്റെ മക്കളെ വിരൽ ചൂണ്ടിക്കൊണ്ട് പിശാച് എപ്പോഴും ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. Are you accusing your wife? The devil is doing it even more than you. നിങ്ങൾ നിന്റെ ഭാര്യയെ കുറ്റം പറയുകയാണോ, വിരൽ ചൂണ്ടുകയാണോ? പിശാച് നിങ്ങൾ ചെയ്യുന്നതിലും കൂടുതൽ ചെയ്യുന്നു.
You're blaming your husband, the devil is doing it even more. നീ നിന്റെ ഭർത്താവിനെ പഴി പറയുകയാണോ? പിശാച് നീ ചെയ്യുന്നതിലും കൂടുതൽ ഈ കാര്യം ചെയ്യുന്നു. When your children go astray, you blame them instead of pointing the finger at yourself. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അവരെ തെറ്റിപ്പോകുമ്പോൾ നിങ്ങൾ ആ വിരൽ നിങ്ങളുടെ നേരെ ചൂണ്ടുന്നതിന് പകരം നിങ്ങൾ അവരെ പഴിക്കുകയാണ്. Learn to judge yourself. നിങ്ങളെ തന്നെ വിധിക്കുവാനായിട്ട് നിങ്ങൾ പഠിക്കുക. You know, the Bible says that one day we will stand at the judgment seat of Christ. വേദപുസ്തകം ഇപ്രകാരം പറയുന്നു, ഒരു നാൾ നാം ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടതുണ്ട്. Our entire life, the Lord will assess and tell us what he thinks of us. നമ്മുടെ മുഴുവൻ ജീവിതത്തെയും ദൈവം നോക്കി ദൈവം നമ്മെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്ന് അന്നാളിൽ ദൈവം നമ്മോട് പറയും. And I want my testimony in that day to be that the Lord says, I have nothing against you. Your whole life is absolutely clear. എന്റെ ജീവിതത്തെ നോക്കിക്കൊണ്ട് ദൈവം എന്നോട് നിന്റെ മുഴുവൻ ജീവിതത്തെയും നോക്കി നിന്റെ ജീവിതം അത് തെളിമയുള്ളതാണ്, തെളിച്ചമുള്ളതാണ്, എനിക്ക് നിന്നെ കുറിച്ച് ഒന്നും പറയുവാനില്ല എന്ന് ദൈവം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Is that possible? അത് അപ്രകാരം സാധ്യമാണോ? Yes. സാധ്യമാണ്. Because I believe that all my past life, if I've repented and set matters right, it's all cleansed in the blood of Christ. എന്റെ കഴിഞ്ഞകാല ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ മനസ്സാന്തരപ്പെട്ട് ഞാൻ ദൈവത്തോടും മനുഷ്യരോടും ക്രമപ്പെടുത്തി യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം അത് മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. And if I judge myself every day, ഞാൻ എന്നെ തന്നെ ഓരോ നാളും ന്യായം വിധിക്കുന്നവനാണെങ്കിൽ, കുറ്റം വിധിക്കുന്നവനാണെങ്കിൽ, and I don't judge my wife or children, എന്റെ ഭാര്യയോ കുഞ്ഞുങ്ങളെയോ ഞാൻ കുറ്റം വിധിക്കാത്തവരുവനാണെങ്കിൽ, and I don't judge other brothers and sisters in the church, സഭയിലുള്ള മറ്റ് സഹോദരി സഹോദരന്മാരെ ഞാൻ കുറ്റപ്പെടുത്താത്തവനാണെങ്കിൽ, or my unconverted neighbors or relatives or mother-in-law or anybody, അല്ലെങ്കിൽ എന്റെ രക്ഷിക്കപ്പെടാത്ത എന്റെ അയൽക്കാർ, ബന്ധുക്കൾ, അമ്മായിയമ്മ ആരെയും ഞാൻ അപ്രകാരം കുറ്റം വിധിക്കുന്നില്ല, വിരൽ ചൂണ്ടുന്നില്ലെങ്കിൽ, I point the finger at nobody. ഞാൻ ഒരു മനുഷ്യന്റെ നേരെയും വിരൽ ചൂണ്ടുന്നില്ല. I point it at myself. ഞാൻ ആ വിരൽ എന്റെ നേരെ ചൂണ്ടുന്നു. Here is a promise from God then. അങ്ങനെയെങ്കിൽ ഇതാ നിങ്ങൾക്ക് വേണ്ടി ദൈവവചനത്തിൽ നിന്നുള്ള ഒരു വാഗ്ദത്തം. 1 Corinthians 11 verse 31. 1 കൊരിന്ത്യർ 11:31 വാക്യം. It's a promise I took seriously many years ago. അനേക വർഷങ്ങൾക്ക് മുമ്പ് വളരെ ഗൗരവത്തോടുകൂടെ ഞാൻ എടുത്ത ഒരു വാഗ്ദത്തമാണിത്. If we judge ourselves rightly, we will not be judged. That means in the final day, there'll be zero judgment for us. നാം നമ്മെ തന്നെ ശരിയാവണ്ണം വിധിച്ചാൽ നാം അവസാന നാളിൽ വിധിക്കപ്പെടുകയില്ല. Oh, what a fantastic promise that is. അതെത്ര അത്ഭുതകരമായ ഒരു വാഗ്ദത്തമാണ്. I sometimes shut my eyes and imagine the judgment seat of Christ. ഞാൻ എന്റെ കണ്ണുകളെ അടച്ച് ഞാൻ ആ ദൈവത്തിന്റെ ന്യായാസനത്തെ കുറിച്ച് ഞാൻ ചിന്തിക്കുകയാണെങ്കിൽ I see so many people coming, their turn comes, one by one the Lord calls them. ഓരോ അനേക ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരെയായിട്ട് ദൈവം വിളിക്കുന്നു. He calls them and he tells what all charges there are against them. ഓരോരുത്തരെയും വിളിച്ച് ദൈവം അവർക്ക് ഓരോരുത്തർക്കും എതിരെയുള്ള കുറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയുന്നു. And then he calls me. അതിനെ തുടർന്ന് എന്നെ വിളിക്കുന്നു. And I want him to say, there's nothing. Your record is clear. എന്നെ നോക്കിക്കൊണ്ട് എനിക്കൊന്നും പറയുവാനില്ല, നിന്റെ ജീവിതം അത് തെളിവുള്ളതാണ് എന്ന് തെളിമയുള്ളതാണ് എന്ന് പറയുകയാണെങ്കിൽ Why? എന്തുകൊണ്ട്? Not because I was perfect, ഞാൻ പൂർണ്ണനായതുകൊണ്ടല്ല, but because I stopped pointing the finger and I judged myself every day. കാരണം എന്താണെന്ന് അറിയാമോ? ഞാൻ വിരൽ ചൂണ്ടുന്നത് നിർത്തി ഞാൻ ഓരോ നാളും എന്നെ തന്നെ വിധിക്കുന്നത് ഞാൻ തുടർന്നു. That can be true of you if you make that a rule in your life from today. ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിലും ഇത് ഒരു ശീലം നിങ്ങൾ പിന്തുടരുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും അങ്ങനെ ആയിത്തീരും. Lord, if I see some fault in my husband or wife, I will not point finger at them. I'll point it at myself. Where have I gone wrong? എന്റെ ഭർത്താവിലോ ഭാര്യയിലോ എന്തെങ്കിലും ഒരു കുറ്റം കണ്ടാൽ കർത്താവെ ഞാൻ അവരെ പഴിചാരുന്നതിന് പകരം അവർക്കെതിരെ വിരൽ ചൂണ്ടുന്നതിന് പകരം എന്നിൽ എന്താണ് കുറവ് എന്ന് നോക്കി എന്നിലേക്ക് ഞാൻ വിരൽ ചൂണ്ടും. If I see something wrong in my children, I won't point the finger at them. I'll say, Lord, where did I go wrong as a parent? എന്റെ കുഞ്ഞുങ്ങൾക്ക് ഞാനൊരു കുറവ് കാണുമ്പോൾ
അവർക്ക് നേരെ ഞാൻ വിരൽ ചൂണ്ടുന്നതിന് പകരം ഒരു മാതാവ് പിതാവ് എന്ന നിലയിൽ കർത്താവ് എനിക്ക് എവിടെയാണ് തെറ്റുപറ്റിയത് എന്ന് ഞാൻ എന്നിലേക്ക് വിരൽ ചൂണ്ടും. Do you know the area where husbands and wives and parents fail every day almost? ഓരോ ദിവസവും എല്ലാ ദിവസവും മിക്കവാറും എല്ലാ ദിവസവും ഭാര്യ ഭർത്താക്കന്മാർ മാതാപിതാക്കൾ അവര് തെറ്റുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ? Let me show you a verse, Hebrews 3:13. എബ്രായ ലേഖനം 3-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം ഞാൻ നിങ്ങളെ കാണിക്കട്ടെ. This is a command. ഇതൊരു കൽപ്പനയാണ്. In the Old Testament there are 10 commandments. പഴയ നിയമത്തിൽ നമുക്ക് 10 കൽപ്പനകൾ ഉണ്ടായിരുന്നു. Don't commit murder, don't commit adultery. കൊലപാതകം ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്. If you are an old covenant person, you obey those commands. നിങ്ങൾ ഒരു പഴയ നിയമ കാലത്ത് ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ആ കൽപ്പനകൾ അനുസരിക്കും. But if you are a new covenant Christian, you obey the new covenant commands. എന്നാൽ നിങ്ങൾ ഒരു പുതിയ നിയമ ഉടമ്പടിയുടെ കീഴിലുള്ള ക്രിസ്ത്യാനിയാണെങ്കിൽ നിങ്ങൾ ഈ പുതിയ നിയമ കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കും. Here is a command. ഇവിടെ ഇതാ ഒരു കൽപ്പന. Hebrews 3:13. എബ്രായ ലേഖനം 3:13. Encourage one another every day, day after day, as long as it is called today, so that none of you be hardened by the deceitfulness of sin. നിങ്ങളിൽ ആരും പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾ തോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളുവിൻ. To save my wife from being hardened, I have to encourage her daily. എന്റെ ഭാര്യ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഞാൻ ഓരോ നാളും എന്റെ ഭാര്യയെ ഉത്സാഹിപ്പിക്കണം, പ്രബോധിപ്പിക്കണം എന്ന് ഇവിടെ വായിക്കുന്നു. If she gets hardened, I have to ask myself, hey, did I do my part in encouraging her every day? എന്റെ ഭാര്യയെ കഠിനപ്പെട്ടാൽ ഞാൻ എന്നോട് ചോദിക്കണം, ഞാൻ ഓരോ നാളും എന്റെ ഭാര്യയെ ആ രീതിയിൽ പ്രബോധിപ്പിക്കുവാൻ ഉത്സാഹിപ്പിക്കുന്നതിൽ ഞാൻ തെറ്റിപ്പോയോ? It's easy to say, oh, she's hardened. അവൾ കഠിനപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. Even the devil can say that. അതൊരു പിശാചിന് വേണമെങ്കിലും അത് പറയാം. But you're a Christian. എന്നാൽ ഒരു ക്രിസ്ത്യാനി, What about if your children get hardened, your son or daughter? നിങ്ങളുടെ മക്കൾ, മകനോ മകളോ കഠിനപ്പെട്ടാൽ നിങ്ങൾ എന്താണ് പറയേണ്ടത്? Ask yourself one question. നിങ്ങളോട് നിങ്ങൾ ഒരു ചോദ്യം ചോദിക്കുക. Did you obey this verse to prevent him from getting hardened? എന്റെ മകൻ മകൾ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഞാൻ അവരെ ഉത്സാഹിപ്പിക്കുക, പ്രബോധിപ്പിക്കുക എന്ന ഈ വചനം ഞാൻ അനുസരിച്ചോ? Did you encourage him or her every day? ഓരോ ദിവസവും നിങ്ങൾ അവരെ ഉത്സാഹിപ്പിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്തോ? ഓരോ നാളും? Let's ask this question. നമുക്ക് നമ്മോട് തന്നെ ഈ ചോദ്യം ചോദിക്കാം. When was the last time you spoke an encouraging word to your husband or wife? നിങ്ങളുടെ ഭാര്യയോടോ ഭർത്താവിനോടോ ഉത്സാഹിപ്പിക്കുന്ന ഒരു വാക്ക് നിങ്ങൾ ഏറ്റവും അവസാനം പറഞ്ഞത് എപ്പോഴാണ്? One sentence takes only 10 seconds. ഒരു 10 സെക്കൻഡ് മതി നിങ്ങൾക്ക് അങ്ങനെ ഒരു വാചകം, ഉത്സാഹ വാചകം പറയുവാൻ. Even to say something good like, thank you very much for that lovely cup of coffee. ഈ നല്ല കാപ്പിക്ക് വളരെ നന്ദി എന്ന് പറയുന്ന ഒരു ചെറിയ വാചകം. It was really good, the food you made today. ഇന്ന് നീ ഉണ്ടാക്കിയ ഭക്ഷണം അത് വളരെ നല്ലതായിരുന്നു. Thank you for taking care of the house while I was at the office. ഞാൻ വീട്ടിലായിരുന്നപ്പോൾ, ഞാൻ ജോലി സ്ഥലത്തായിരുന്നപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ നീ നന്നായിട്ട് നോക്കിയല്ലോ. Thank you for being an encouragement to me. എനിക്ക് ഒരു ഉത്സാഹമായിരുന്നതിന് നന്ദി. Thank you for making life so much easier for me by all that you do in the home. വീട്ടിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് എന്റെ ജീവിതം ഇത്ര എളുപ്പമാക്കിയല്ലോ. Now don't just repeat these things because I said it. You must mean it from your heart. ഞാൻ ഈ പറഞ്ഞതുകൊണ്ട് അതെല്ലാം നിങ്ങൾ യാന്ത്രികമായിട്ട് ആവർത്തിക്കുകയല്ല വേണ്ടത്. നിങ്ങളുടെ ഉള്ളത്തിൽ നിന്ന് അർത്ഥമാക്കിക്കൊണ്ട് ഈ കാര്യങ്ങൾ പറയണം. We are not like to be like tape recorders, just replaying something. ടേപ്പ് റെക്കോർഡർ പോലെ പറയുന്നത് വീണ്ടും ഏറ്റുപറയുകയല്ല വേണ്ടത്. Same thing to our children. നമ്മുടെ കുഞ്ഞുങ്ങളോടും അതുപോലെ തന്നെ. We must hug our children. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ചേർത്ത് പിടിക്കണം. You fathers and mothers, hug your children. പിതാക്കന്മാരെ, മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ കെട്ടിപ്പിടിക്കുക. Encourage them. അവരെ ഉത്സാഹിപ്പിക്കുക.
That is one of the number one principles of bringing up children. കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നതിന്റെ ഒന്നാമത്തെ പ്രമാണം അതാണ്. When they do something good, appreciate it. അവര് എന്തെങ്കിലും നല്ല കാര്യം ചെയ്യുമ്പോൾ അവരെ ഉത്സാഹിപ്പിക്കുക. That was really good the way you kicked that goal in that football game today. ഇന്ന് ആ ഫുട്ബോൾ കളിച്ചപ്പോ നീ ആ പന്ത് അടിച്ചത് വളരെ നന്നായിരുന്നു. Do you go to see your children playing football and cricket and all that? നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ കളിക്കുന്നത് കാണാൻ നിങ്ങൾ പോകാറുണ്ടോ? Or you're not no interest in only these things. You only wanted to read the Bible to them. നിങ്ങൾക്ക് അതിലൊന്നും ഒരു താല്പര്യവുമില്ല. അവരോട് വേദപുസ്തകം മാത്രം പറഞ്ഞു കൊടുക്കാൻ ആണോ നിങ്ങൾക്ക് താല്പര്യം? That's the way you will drive them away from the Lord. അങ്ങനെയെങ്കിൽ നിങ്ങൾ ദൈവത്തിൽ നിന്ന് അവരെ ഓടിച്ചു കളയുകയാണ് ചെയ്യുന്നത്. I play games with my children when they were small. കുഞ്ഞുങ്ങൾ ചെറുതായിരുന്നപ്പോൾ ഞാൻ അവരോടൊപ്പം കളികൾ കളിക്കുമായിരുന്നു. Indoor games, I even played cricket with them. ഞാൻ അവരോട് ചേർന്ന് ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. And I play indoor games, carom and things like that. ഞാൻ വീട്ടിൽ കളിക്കുന്ന ക്യാരംസ് അങ്ങനെയുള്ള കളികൾ ഞാൻ അവരോടൊപ്പം കളിക്കുമായിരുന്നു. That is how I built fellowship with my children. അങ്ങനെയാണ് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് ഒരു കൂട്ടായ്മ ബന്ധം സ്ഥാപിച്ചത്. And I did not wake them up at 5:30 in the morning to have family prayer. രാവിലെ 5:30 എഴുന്നേറ്റ് കുടുംബ പ്രാർത്ഥനയ്ക്ക് അവരെ എഴുന്നേൽക്കാനായിട്ട് ഞാൻ നിർബന്ധിക്കുമായിരുന്നില്ല. I'm not against those who do that. അങ്ങനെ ചെയ്യുന്നവർക്ക് ഞാൻ എതിരല്ല. But I didn't want sleepy children sitting in the morning and me trying to preach the Bible to them. ഞാൻ ഉറക്കം തൂങ്ങിക്കൊണ്ട് മക്കൾ രാവിലെ എഴുന്നേറ്റ് വന്ന് ഞാൻ അവരോട് പ്രസംഗിക്കുന്നത് അതെനിക്ക് എന്തായാലും വേണ്ടായിരുന്നു. They had to get ready to go to school. I helped them to get ready to go to school. അവർക്ക് സ്കൂളിൽ പോകാനായിട്ട് അവർ ഒരുങ്ങണം. ഞാൻ അവരെ സഹായിക്കും. But every day before they went to school, every single day, I prayed a brief prayer with them before sending them to school. അവര് ഓരോ ദിവസവും അവര് സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു ഹ്രസ്വ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടാണ് അവരെ സ്കൂളിലേക്ക് വിടുക. Less than 1 minute. ഒരു മിനിറ്റിൽ താഴെയുള്ള ഒരു പ്രാർത്ഥന. God doesn't listen only to long prayers. ദീർഘമായ പ്രാർത്ഥനകൾക്ക് മാത്രമല്ല ദൈവം ചെവി കൊടുക്കുന്നത്. It comes from the heart. Even few seconds, God will hear it. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നാണ് പ്രാർത്ഥന ഉയരുന്നതെങ്കിൽ 2 സെക്കൻഡ് മതി, ദൈവം അത് കേൾക്കും. When we sat around the dining table, that time we would discuss the Bible. ഞങ്ങൾ എന്നിട്ട് ഒന്നിച്ച് ഭക്ഷണമേശയിൽ ഇരിക്കുമ്പോൾ ആ സമയത്ത് ഞങ്ങൾ വേദപുസ്തകത്തെ കുറിച്ച് സംസാരിക്കുമായിരുന്നു. At night they finished all their homework and all, we were sitting having dinner. അവരുടെ ഹോംവർക്ക് ഒക്കെ കഴിഞ്ഞ് അവർ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുമ്പോൾ ഞങ്ങൾ വചനത്തെ കുറിച്ച് സംസാരിക്കും. I would ask them questions from the Bible. ഞാൻ അവരോട് വേദപുസ്തകത്തിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കും. Not deep theological questions like the theory of sanctification or any such thing. ഞാൻ വളരെ രക്ഷാശാസ്ത്രം എന്നൊക്കെ പറഞ്ഞ് വളരെ വേദശാസ്ത്ര കാര്യങ്ങളല്ല അവരോട് ചോദിക്കാറുണ്ടായിരുന്നു. I would ask them, how many children did Jacob have? യാക്കോബിന് എത്ര മക്കൾ ഉണ്ടായിരുന്നു? They said 12. I say wrong. He had 13 children. അവര് 12 എന്ന് പറയും. അപ്പൊ ഞാൻ പറയും തെറ്റ്, യാക്കോബിന് 13 മക്കൾ ഉണ്ടായിരുന്നു എന്ന് പറയും. How many of you knew that Jacob had 13 children? യാക്കോബിന് 13 മക്കൾ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? He had a daughter also. യാക്കോബിന് ഒരു മകളും കൂടെ ഉണ്ടായിരുന്നു. And they would be so challenged to discover something like that. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ അവർക്ക് ഒരു ഉത്സാഹം തോന്നും. അതൊരു വെല്ലുവിളിയായിരിക്കും. They would go to the Bible and find something, and next time at dinner they would ask me. അവര് വേദപുസ്തകം തെരഞ്ഞു നോക്കി എന്തെങ്കിലും കണ്ടുപിടിച്ച് അടുത്ത പ്രാവശ്യം ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ എന്നോട് ചോദിക്കും. They say, Dad, do you know David had a general in his army? അവനോട് ചോദിക്കും, ഡാഡിക്ക് അറിയാമോ ദാവീദിന്റെ സൈന്യത്തിൽ ഒരു ജനറൽ ഉണ്ടായിരുന്നു, സൈന്യാധിപൻ ഉണ്ടായിരുന്നു. Do you know whether he was a relative? അത് ദാവീദിന്റെ ബന്ധുവായിരുന്നോ? Joab, was he a relative of David? യോവാബ് ദാവീദിന്റെ ഒരു ബന്ധുവായിരുന്നു. I say, I don't know. അപ്പൊ ഞാൻ പറയും എനിക്കറിയില്ല. We caught you. That he was David's sister's son. ഉടനെ പറയും, കണ്ടോ ഡാഡി, ഞങ്ങൾ ഡാഡിയെ ഇവിടെ പിടിച്ചു, ഡാഡിക്ക് അറിയില്ല, അത് ദാവീദിന്റെ പെങ്ങളുടെ മകനാണ്. I was happy to get caught. They got excited.
അപ്പോ എനിക്ക് അത് കേട്ടപ്പോ എനിക്ക് സന്തോഷമായി. എനിക്ക് അറിയില്ല. അപ്പൊ അവർക്ക് അതിലുള്ള സന്തോഷം അത് എന്നെ ഉത്സാഹിപ്പിച്ചു. They thought this great Bible teacher, our daddy, we found out something he did not know. കണ്ടോ, ഈ വലിയ ബൈബിൾ പഠിപ്പിക്കുന്ന ഡാഡിക്ക് അറിഞ്ഞൂടാത്ത ഒരു കാര്യം ഞങ്ങൾ കണ്ടുപിടിച്ചു. Then they wanted to find out more and more in the Bible. അങ്ങനെ അവർക്ക് കൂടുതൽ വേദപുസ്തകത്തിൽ നിന്ന് കണ്ടുപിടിക്കാനായിട്ട് അവർക്ക് താല്പര്യമുണ്ടായി. By the time they left my home at the age of 18, they knew the Bible. എന്റെ ഭവനത്തിൽ നിന്ന് 18 വയസ്സായി അവർ വീട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പ് അവർക്ക് വചനം അറിയാമായിരുന്നു. And I did not wake them up any day at 5:30 in the morning to study the Bible. രാവിലെ വെളുപ്പിന് 5:30 ഒരു ദിവസം പോലും അവരെ എഴുന്നേൽപ്പിച്ച് വേദപുസ്തകം പഠിക്കാനായിട്ട് ഞാൻ പറഞ്ഞില്ല. I made the study of the Bible interesting. വേദപുസ്തക പഠനം അത് അവർക്ക് കൂടുതൽ സന്തോഷമുള്ള, അവർക്ക് താല്പര്യം ഉളവാക്കുന്ന രീതിയിൽ ഞാൻ അവരെ പഠിപ്പിച്ചു. Talk about principles. Why don't you cheat in the examination, I would ask. ഞാൻ അവരോട് ചില പ്രമാണങ്ങളെ കുറിച്ച് സംസാരിക്കും. ഉദാഹരണത്തിന്, എന്തുകൊണ്ടാണ് ക്ലാസ്സിൽ കോപ്പി അടിക്കുന്നത് തെറ്റ്? Yeah, that because God does not like our stealing somebody else's knowledge. നമ്മൾ മറ്റുള്ളവരുടെ അറിവിനെ നമ്മൾ മോഷ്ടിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. Just like you should not steal money. നിങ്ങൾ പണം മോഷ്ടിക്കരുത്, അതുപോലെ തന്നെയാണിത്. Not copy from somebody else's paper in the examination. അതുപോലെ തന്നെ മറ്റുള്ള ഒരു വ്യക്തിയുടെ പേപ്പറിൽ നിന്ന് നിങ്ങൾ മോഷ്ടിക്കരുത്, കോപ്പി അടിക്കരുത്. There's no difference between that and stealing money from that person's purse. ആ വ്യക്തിയുടെ പേഴ്സിൽ നിന്ന് പണം മോഷ്ടിക്കുന്നതും ഈ കോപ്പി അടിക്കുന്നതും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. And from childhood, if we teach them to speak the truth. അപ്പൊ കുഞ്ഞിലെ മുതൽ, ബാല്യം മുതൽ തന്നെ നിങ്ങൾ സത്യം സംസാരിക്കണം എന്ന് അവരെ പഠിപ്പിക്കും. Sometimes if they spoke disrespectfully to my wife, ചിലപ്പോൾ എന്റെ ഭാര്യയോട് ബഹുമാനം ഇല്ലാതെ അവർ സംസാരിച്ചാൽ I would say, stop all your work. ഞാനപ്പോൾ പറയും, ഇപ്പോൾ നിങ്ങളുടെ എല്ലാ പണിയും ചെയ്യുന്നതൊക്കെ നിർത്തുക. Go and ask forgiveness from your mother. ആദ്യം പോയി അമ്മയോട് ക്ഷമ ചോദിക്കുക. Then you can continue your work. അതിനുശേഷം മാത്രം നിങ്ങളുടെ ജോലി തുടരുക. I never allowed my children to speak rudely to me or to my wife. എന്നോടോ എന്റെ ഭാര്യയോടോ ഒരു ഇപ്രകാരം ബഹുമാനമില്ലാതെ കഠിനതയോടെ സംസാരിക്കാനായിട്ട് ഞാൻ ഒരിക്കലും അനുവദിച്ചില്ല. I'll tell you why. എന്തുകൊണ്ടാണ് എന്ന് ഞാൻ പറയാം. For two reasons. രണ്ട് കാരണങ്ങൾ. I wanted it to go well with them and I wanted them to live long on this earth. അവരുടെ ജീവിതത്തിൽ കാര്യങ്ങൾ നന്നായിട്ട് പോകണം, മെച്ചമായി പോകണം, അവര് ദീർഘകാലം ഈ ഭൂമിയിൽ വസിക്കണം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഈ കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചത്. And that is written in Ephesians 6 verses 1 to 3. എഫെസ്യ ലേഖനം 6-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ ഈ കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നു. Children, obey your parents. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ. Honor your father and mother. This is the only commandment God has given to children. നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തത്തോടു കൂടിയ ആദ്യ കൽപ്പനയാകുന്നു. And it is the only commandment God gave to children. അത് കുഞ്ഞുങ്ങൾക്ക് നൽകിയ ഒരു കൽപ്പന മാത്രമേ ഉള്ളൂ, അതാണിത്. What is the purpose? അതിന്റെ ഉദ്ദേശം എന്താണ്? 2-ാം വാക്യം. It's not because God is going to get something. It's so that it may go well with you and that you may live long on the earth. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിക്കുവാനും ദൈവത്തിന് എന്തെങ്കിലും കിട്ടുവാൻ വേണ്ടിയല്ല. When I say long, I'm not saying they should all live up to 70-80 years. ലോങ്, ദീർഘമായിട്ട് എന്ന് പറയുമ്പോൾ 70-80 വയസ്സ് അവർ ജീവിക്കും എന്നല്ല ഞാൻ പറയുന്നത്. No, it means they must fulfill the appointed time God has appointed for them. That's what I mean. ഞാൻ ഉദ്ദേശിക്കുന്നത് ദൈവം അവർക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ആ ഒരു സമയം അവർ പൂർത്തിയാക്കണം. For Jesus, it was 33.5 years. യേശുവിന് അത് 33 വർഷമായിരുന്നു. For someone like Stephen, it may have been only 25 years. I don't know. സ്തേഫാനോസിന് ഒരുപക്ഷെ എനിക്കറിയില്ല, ഏകദേശം 25 വയസ്സ് വരെ മാത്രമാണ്. Sometimes for a child, it is only 12 or 13 years. That is God's plan for a child. ഒരു കുഞ്ഞിന് 12-13 വയസ്സ് മാത്രം ദൈവം ഉദ്ദേശിച്ച സമയം അത്രമാത്രം. They must not leave the earth before that time. അവരുടെ സമയം പൂർത്തിയാകുന്നതിന് മുമ്പ് അവർ ഭൂമി വിട്ടു പോകരുത്. And it must go well with them. All their life, on earth, it must go well. അവരുടെ ഭൂമിയിൽ അവർ ജീവിക്കുന്നിടത്തോളം ഒക്കെ ആ കാലം മുഴുവൻ അവർക്ക് നന്മ ഉണ്ടാകണം, അവർക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ പോകണം. The parents must teach them to honor parents and obey parents.
മാതാപിതാക്കളെ ബഹുമാനിക്കുവാനും അനുസരിക്കുവാനും നാം അവരെ അഭ്യസിപ്പിക്കേണ്ടത് ഇതുകൊണ്ടാണ്. I had 4 sons. എനിക്ക് 4 ആൺമക്കളാണുള്ളത്. And I used to pray many times to the Lord like this. ഞാൻ ഇപ്രകാരം പല പ്രാവശ്യം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. Lord, today these are my children. ദൈവമേ, ഇന്ന് ഇവരെന്റെ മക്കളാണ്. One day I want them to grow up to become my brothers in Christ. ഒരു നാൾ അവർ വളർന്നു വന്ന് കർത്താവിൽ എന്റെ സഹോദരന്മാരായി മാറുന്നത് ഞാൻ ആഗ്രഹിക്കുന്നു. Where they can speak to me as brother Zach. സഹോദരൻ സാക്ക് എന്ന് പറഞ്ഞ് എന്നോട് അവർക്ക് സംസാരിക്കുവാനായിട്ട് കഴിയണം. They still call me daddy, but I'm their brother in Christ. അവരെന്നെ ഡാഡി എന്നായിരിക്കാം വിളിക്കുന്നത്, പക്ഷെ ഞാൻ അവരുടെ കർത്താവിൽ അവരുടെ സഹോദരനാണ് എന്നുള്ള ബോധ്യത്തോടെ അവർക്ക് എന്നോട് സംസാരിക്കുവാൻ കഴിയണം. They don't call me brother Zach, but they are my brothers in Christ. അവരെന്നെ ബ്രദർ സാക്ക് എന്നല്ല വിളിക്കുന്നത്, പക്ഷേ ഇപ്പോൾ അവർ എന്റെ സഹോദരന്മാരാണ്. But that was my prayer for years. എന്നാൽ അനേക വർഷങ്ങൾ അതായിരുന്നു എന്റെ പ്രാർത്ഥന. I don't want to be just like a father-son relationship with them forever. എപ്പോഴും ഒരു പിതാവ് മകൻ എന്നുള്ള ഒരു ബന്ധം എപ്പോഴും അങ്ങനെ ആയിരിക്കണമെന്നല്ല ഞാൻ ആഗ്രഹിച്ചത്. I want to ask you, do you pray that your children will grow up to be your brothers and sisters in Christ one day? ഒരു നാളിൽ നിങ്ങളുടെ മക്കൾ വളർന്നു വന്ന് കർത്താവിൽ നിങ്ങളുടെ സഹോദരന്മാരും സഹോദരിമാരും ആയി മാറും എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? Pray with great burden. ഞാൻ അതിനുവേണ്ടി വളരെ ഭാരത്തോടെ പ്രാർത്ഥിക്കുമായിരുന്നു. Encourage them every day. അവരെ ഞാൻ ഓരോ നാളും ഉത്സാഹിപ്പിക്കുമായിരുന്നു. And we need to discipline and correct them also, the Bible says. നാം ദൈവവചനത്തിൽ ഇപ്രകാരവും പറയുന്നു, അവരെ ശിക്ഷണത്തിലും ശാസനത്തിലും വളർത്തണം എന്ന് നാം വായിക്കുന്നു. You know, sometimes I did not have victory over sin. I used to get angry and discipline them. എനിക്ക് ആരംഭ നാളുകളിൽ പാപത്തിന്റെ മേൽ വിജയമില്ലാതിരുന്ന സമയത്ത് ഞാൻ കോപിച്ച് അവരെ ശിക്ഷണം ചെയ്യുമായിരുന്നു. I would punish them very severely. ഞാൻ വളരെ കാർക്കശ്യത്തോടെ അവരെ ശിക്ഷിക്കുമായിരുന്നു. But then I would go and lock myself up in the toilet. എന്നാൽ അതിനുശേഷം ഞാൻ അവിടെ വീട്ടിലെ ടോയ്ലറ്റിൽ പോയി കതകടച്ച ശേഷം അവിടുത്തെ കുളിമുറിയിൽ പോയി വാതിലടച്ച ശേഷം I would weep. ഞാൻ അവിടെ ആരും കാണാതെ ഞാൻ കരയുമായിരുന്നു. Every time. ഓരോ പ്രാവശ്യം. Every time I got angry and punished my children, I'd lock myself up in the bathroom and pray. ഞാൻ ഓരോ പ്രാവശ്യം കോപത്തോടു കൂടെയാണ് എന്റെ മക്കളെ ശിക്ഷിച്ചതെങ്കിൽ ഞാൻ പോയി ആ കുളിമുറിയിൽ വാതിലടച്ച് ഞാൻ ദൈവത്തോട് കരയുമായിരുന്നു. Lord, forgive me. ദൈവമേ, എന്നോട് ക്ഷമിക്കണമേ. The discipline was right, the anger was wrong. കർത്താവേ, ആ ശിക്ഷണം ശരിയായിരുന്നു, പക്ഷെ എന്റെ കോപം തെറ്റായി പോയല്ലോ. Bring me to the place where I can discipline them without anger. കർത്താവേ, കോപം ഇല്ലാതെ അവരെ ശിക്ഷിക്കുന്ന ഒരു ഇടത്തേക്ക് എന്നെ കൊണ്ടുവരണമേ. I judged myself. ഞാൻ എന്നെ തന്നെ വിധിക്കുമായിരുന്നു. I didn't only discipline them, I judged myself. ഞാൻ അവരെ ശിക്ഷിക്കുന്നതോടൊപ്പം എന്നെ വിധിക്കുകയും ചെയ്തു. And praise the Lord, He brought me to that day. ദൈവത്തിന് സ്തോത്രം. എനിക്ക് ദൈവം ആ കാര്യത്തിൽ ഒരു വിടുതൽ നൽകി എന്നെ മുമ്പോട്ട് കൊണ്ടുവന്നു. They grew up. ആ കുഞ്ഞുങ്ങൾ വളർന്നു വന്നു. I apologize to them. I'm sorry for all the times I punished you in anger. Please forgive me. ഞാൻ കോപത്തിൽ അവരെ ശിക്ഷിച്ച ഓരോ സമയവും ഞാൻ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് അവരോട് ക്ഷമ ചോദിക്കുമായിരുന്നു. You fathers and mothers, have you ever asked forgiveness from your children? നിങ്ങൾ മാതാപിതാക്കളെ, നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ മക്കളോട് ക്ഷമ ചോദിച്ചിട്ടുണ്ടോ? Are you so perfect that you're like God Himself, never making a mistake? നിങ്ങൾ ദൈവത്തെ പോലെ ഒരു തെറ്റും ചെയ്യാത്ത പൂർണ്ണരായ ആളുകളാണോ? No wonder your children are not wholehearted disciples of Jesus. നിങ്ങളുടെ മക്കൾ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിന്റെ ശിഷ്യരല്ലാതിരിക്കുന്നതിന് ഒരു അത്ഭുതവുമില്ല. Don't be satisfied that they go to church. അവര് സഭയിൽ പോകുന്നു എന്നുള്ളതിന് നിങ്ങൾക്കൊരു തൃപ്തി ഉണ്ടാവരുത്. Don't be satisfied that they are taking part in the meetings. അവര് മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുക്കുന്നു എന്നുള്ളതിലല്ല നിങ്ങൾക്ക് തൃപ്തി തോന്നേണ്ടത്. Do your children have a passion to live for Jesus Christ on earth? ഈ ഭൂമിയിൽ യേശുവിനായിട്ട് ജീവിക്കുവാനായിട്ട് ഒരു ഉള്ളത്തിൽ ഒരു താല്പര്യം, ഒരു തീവ്രമായ ആഗ്രഹം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കുണ്ടോ?
Have they been baptized in the Holy Spirit and fire? പരിശുദ്ധാത്മാവിനാലും തീയാലും അവർ നിറയപ്പെട്ടിട്ടുണ്ടോ? You pray for them. നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? Dear brothers and sisters, പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ, the world is a wicked place. ഈ ലോകം അത് ഒരു വളരെ ദുഷ്ടത നിറഞ്ഞ ഒരു ലോകമാണ്. When we pray, we are putting a wall of fire round about our children. നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചുറ്റിനും ഒരു തീ മതിൽ നാം ആ പ്രാർത്ഥനയിലൂടെ നാം ഉയർത്തുകയാണ്. Even if some of your children are drifting away, a prayer will be like putting a rope around them. നമ്മുടെ കുഞ്ഞുങ്ങളിൽ ചിലർ അവര് തെറ്റായ വഴിയിലേക്ക് പോവുകയാണെങ്കിൽ പോലും നിങ്ങളുടെ പ്രാർത്ഥന അവർക്ക് ചുറ്റിനും ഒരു കയറ് കെട്ടുന്നത് പോലെയാണ്. And the rope will keep going. They'll run away from the Lord and from you. നിങ്ങളിൽ നിന്നും ദൈവത്തിൽ നിന്നും അവര് ഓടി മാറിപ്പോയേക്കാം. But your prayer will be a long rope. എന്നാൽ നിങ്ങളുടെ പ്രാർത്ഥന അത് നീളമുള്ള ഒരു കയറ് പോലെയാണ്. One day they will stop. ഒരു നാൾ അവരെ നിൽക്കും. And then you can pull the rope in and they'll come right back to the Lord and to you. അങ്ങനെ അവരുമ്പോൾ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ കയറ് നേരെ നിങ്ങളുടെ അടുക്കിലേക്ക് വലിച്ച്, നിങ്ങളുടെ അടുക്കിലേക്ക് മാത്രമല്ല ദൈവത്തിന്റെ അടുക്കിലേക്കും നിങ്ങളുടെ അടുക്കിലേക്കും അവരെ തിരികെ കൊണ്ടുവരാൻ കഴിയും. If you do this, I can tell you, every one of your children who's gone astray will come back to you. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ ഇന്ന് തെറ്റിപ്പോയ നിങ്ങളുടെ ഓരോ മക്കളും അവർ ദൈവത്തിങ്കിലേക്ക് തിരികെ വരും. Just like you don't want your children to die physically, you must also have a burden they should not die spiritually. നിങ്ങളുടെ മക്കൾ അവര് ഈ ഭൂമിയിൽ വെച്ച് അവര് മരിച്ചു പോകരുത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ആത്മീയമായിട്ട് അവർക്ക് മരണം സംഭവിക്കരുത് എന്നുള്ള ഒരു ആഗ്രഹം നിങ്ങൾക്കുണ്ടാവണം. Don't just pray that they'll be healthy and get a good job and pass in their examination and make a lot of money. നിങ്ങളുടെ മക്കൾ അവർക്ക് ആരോഗ്യമുള്ളവരാവണം, പരീക്ഷയ്ക്ക് നല്ല മാർക്ക് ലഭിക്കണം, നല്ല ജോലി കിട്ടണം, ധാരാളം പണം ഉണ്ടാക്കണം എന്നുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അല്ല നിങ്ങൾ ആഗ്രഹിക്കുക. Pray that they'll be filled with the Holy Spirit and be disciples of Jesus. പരിശുദ്ധാത്മ നിറവുള്ളവരായി യേശുവിന്റെ ശിഷ്യരായി അവർ ജീവിക്കുന്നതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. Husband and wife together pray. ഭാര്യയും ഭർത്താവും ചേർന്ന് പ്രാർത്ഥിക്കുക. How many of you kneel down with your wife or husband and pray for your children? നിങ്ങളുടെ ഭാര്യയോടോ ഭർത്താവിനോടോ ചേർന്ന് മുട്ടുമടക്കി മുട്ടിന്മേൽ നിന്ന് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ എത്ര പേർ പ്രാർത്ഥിക്കാറുണ്ട്? Less than 5 minutes. You don't need more than that. 5 മിനിറ്റിൽ താഴെ, അതിൽ കൂടുതൽ നിങ്ങൾക്ക് ആവശ്യമില്ല. You don't have even 5 minutes a day to pray for your children. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ഒരു ദിവസം നിങ്ങൾക്ക് 5 മിനിറ്റ് പോലും ഇല്ലേ? What is the use just feeding them, clothing them, educating them if you don't have 5 minutes to pray for your children? നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി 5 മിനിറ്റ് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ അവരെ പഠിപ്പിക്കുകയും അവർക്ക് ഭക്ഷണം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? Oh, I tell you, parents need to repent tremendously. മാതാപിതാക്കളെ നിങ്ങൾ വളരെ ആഴമായി അനുതപിക്കേണ്ടതുണ്ട്. We could have had many fiery witnesses for Christ in CFC churches, but they are not there because the parents have failed. അനേക വളരെ തീയുള്ള ചൂടുള്ള സാക്ഷ്യങ്ങൾ നമ്മുടെ സഭയിൽ CFC സഭകളിൽ ഉണ്ടാകേണ്ടതാണ്. പക്ഷേ ഇന്ന് മാതാപിതാക്കൾ ഈ കാര്യത്തിൽ പരാജയപ്പെട്ടിരിക്കും. We can repent. നിങ്ങൾക്ക് മനസ്സാന്തരപ്പെടാം. You think God is not interested in your son and daughter becoming a fiery witness for Jesus Christ? നിങ്ങളുടെ മകനോ മകളോ യേശുവിന് വേണ്ടി അങ്ങനെ ഒരു അഗ്നി സാക്ഷ്യമായി നിൽക്കുന്നതിന് നിങ്ങൾക്ക് താല്പര്യമില്ലേ? ദൈവത്തിന് താല്പര്യമില്ലേ? Just like you want your children to be more educated than you, to earn more money than you. നിങ്ങളെക്കാട്ടിലും കൂടുതൽ വിദ്യാഭ്യാസം ലഭിക്കുവാൻ, നിങ്ങളെക്കാൾ കൂടുതൽ പണം ഉണ്ടാക്കുവാൻ നിങ്ങളുടെ മക്കളെ കുറിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നു. And you're so happy when your children have got good degrees and earn a lot of money. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഡിഗ്രി ഉണ്ട്, അവർ കൂടുതൽ പണം സമ്പാദിക്കുന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് സന്തോഷമാണ്. You're not sad that they're not fiery witnesses for Christ. എന്നാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ഉറപ്പുള്ള സാക്ഷികളായിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിൽക്കാതിരിക്കുമ്പോൾ, ദൈവത്തിന് വേണ്ടി ഉറപ്പുള്ള സാക്ഷികളായിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിൽക്കാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ദുഃഖമില്ലേ? And we need to start praying for them when they are very small in our home itself. നമ്മുടെ കുഞ്ഞുങ്ങൾ വളരെ ചെറുതായിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങുക. Early in life, we must teach them to always speak the truth. എപ്പോഴും സത്യം സംസാരിക്കുവാനായിട്ട്
അവരെ നിങ്ങൾ അഭ്യസിപ്പിക്കുക. I was very strict on these things. ഈ കാര്യങ്ങളിൽ ഞാൻ വളരെ വളരെ ഗൗരവത്തോടെ ഞാൻ ആ കാര്യങ്ങളെ കാണുമായിരുന്നു. Honor your father and mother. മാതാപിതാക്കളെ ബഹുമാനിക്കുക. Always speak respectfully to father and mother. എപ്പോഴും മാതാപിതാക്കളോട് ബഹുമാനപരസ്പരം സംസാരിക്കുക. Always speak the truth. എപ്പോഴും സത്യം സംസാരിക്കുക. And when they went to school, അവര് അതിനെ തുടർന്ന് സ്കൂളിൽ പോകുമ്പോൾ I told all of them, ഞാൻ അവരോട് എല്ലാവരോടും പറഞ്ഞു, I don't want any of you to come first in the class. നിങ്ങളിൽ ആരും തന്നെ ക്ലാസ്സിൽ ഒന്നാമതായിട്ട് വരുവാനായിട്ട് എനിക്ക് താല്പര്യമില്ല. That is not my goal. അതല്ല എന്റെ ലക്ഷ്യം. But I want you to work hard and study hard, whatever rank you come in the final exam. നിങ്ങൾ അവസാന പരീക്ഷയിൽ ഏത് റാങ്കിൽ വന്നാലും നിങ്ങൾ ഓരോരുത്തരും കഠിനാധ്വാനം ചെയ്ത് ഉത്സാഹിച്ച് പഠിക്കണം എന്ന് എനിക്ക് താല്പര്യമുണ്ട്. The Lord told Adam to sweat on his brow and earn his bread. You must sweat on your brow and study for school. ദൈവം ആദാമിനോട് നിന്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് നീ ഉപജീവനം കഴിക്കണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നിങ്ങൾ വിയർത്ത് നിങ്ങളുടെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് വേണം നിങ്ങൾ പഠിക്കുക. After that, the result that comes in the farm and the result that comes in the exam, that is up to God. അതിനെ തുടർന്ന് ആ കൃഷി നിലത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ പരീക്ഷയിൽ ഉണ്ടാകുന്ന ഫലം, അത് റിസൾട്ട്, അത് ദൈവത്തിനുള്ളതാണ്. But you have to sweat in your brow like Adam. എന്നാൽ നിങ്ങളെ പോലെ നിങ്ങൾ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ആദാമിനെ പോലെ തന്നെ നിങ്ങൾ അധ്വാനിക്കണം. These are the things we have to teach our children. നമ്മുടെ കുഞ്ഞുങ്ങളെ നാം അഭ്യസിപ്പിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. Ask forgiveness from people and not blame others. മറ്റുള്ളവരോട് ക്ഷമ ചോദിക്കുക, മറ്റുള്ളവരോട് അവരെ പഴിചാരാതിരിക്കുക. I remember once one of my boys was 5 years old playing with another 5-year-old boy next door outside our house. ഞാൻ ഒരിക്കൽ എനിക്ക് ഓർമ്മയുണ്ട്, 5 വയസ്സുള്ള എൻ്റെ ഒരു മകൻ അടുത്ത വീട്ടിലുള്ള 5 വയസ്സുള്ള ഒരു കുട്ടി വേറൊരു മോനുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നു. And I came out and I saw they were hitting each other. ഞാൻ പുറത്തു വന്ന് നോക്കിയപ്പോൾ അവർ രണ്ടുപേരും അന്യോന്യം അടിക്കുന്നു. I called my son. I said, "Come here. What's the matter?" ഞാൻ പറഞ്ഞു, നിർത്താനായിട്ട് പറഞ്ഞു. എന്റെ മകനെ ഞാൻ വിളിച്ചു, എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു. And you know what children always say? He hit me first. അപ്പൊ മക്കള് സാധാരണ പറയുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ, അവൻ എന്നെ ആദ്യം അടിച്ചു. I said, "Okay, never mind. We are Christians. He's not a Christian." അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ, നമ്മൾ ക്രിസ്ത്യാനികളാണല്ലോ, അവൻ ക്രിസ്ത്യാനിയല്ല. So we have to go and ask forgiveness. അപ്പോ നമ്മൾ പോയി ക്ഷമ ചോദിക്കണം. So he asked, "Will he ask my forgiveness?" അവൻ എന്നോട് ക്ഷമ ചോദിച്ചു. No. My son asked, "Will he also ask my forgiveness?" Will that boy also ask my forgiveness? My son asked. Okay. അപ്പം എന്റെ മകൻ എന്നോട് ചോദിച്ചു, അല്ല അപ്പൊ അവന് എന്നോടും ക്ഷമ ചോദിക്കുമോ? എന്നോട് വഴക്കുണ്ടാക്കിയ മറ്റേ. That's not our business. We have to ask forgiveness. That's all. അപ്പൊ ഞാൻ പറഞ്ഞു, അത് എന്റെ കാര്യമല്ല, അത് നമ്മുടെ കാര്യമല്ല, നീ ക്ഷമ ചോദിക്കണം. So I went to the house and knocked at the door. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ വീട്ടിൽ ചെന്ന് അവരുടെ വാതിലിന് മുട്ടി. The father opened. അപ്പൊ അവരുടെ പിതാവ് വാതിൽ തുറന്നു. I said, "My son has got something to say to your son." അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ മകന് നിങ്ങളുടെ മകനോട് ഒരു കാര്യം പറയാനുണ്ട്. So my son said, "I'm sorry for hitting you. Please forgive me." അപ്പൊ എന്റെ മകൻ പറഞ്ഞു, ഞാൻ നിന്നെ ഇടിച്ചതിന് എന്നോട് ക്ഷമിക്കണം, ഞാൻ തെറ്റിപ്പോയി. That boy, like a Maharaja, said, "Okay." മറ്റേ ആ പയ്യൻ പറഞ്ഞു, അവൻ വളരെ ഒരു മഹാരാജാവിനെ പോലെ, ശരി എന്ന് പറഞ്ഞു. And we came off. അപ്പൊ ഞങ്ങൾ തിരിച്ചു പോന്നു. And my son said, "See, he never asked any forgiveness. You made me ask him forgiveness." അപ്പൊ എന്റെ മോൻ പറഞ്ഞു, ഞാൻ അവനോട് പോയി ക്ഷമ ചോദിച്ചു, പക്ഷെ അവന് ഒന്നും എന്നോട് പറഞ്ഞില്ലല്ലോ, അവൻ എന്നോട് ക്ഷമ ചോദിച്ചില്ലല്ലോ. He's not a Christian. We are Christians. അപ്പൊ ഞാൻ പറഞ്ഞു, അവൻ ക്രിസ്ത്യാനിയല്ല, നമ്മൾ ക്രിസ്ത്യാനികളാണ്. Today my son is serving the Lord. ഇന്ന് എന്റെ മകൻ അവൻ ദൈവത്തെ സേവിക്കുന്നു. I don't know where that boy is. പക്ഷെ മറ്റേ ആ പയ്യൻ എവിടെയാണ് എന്ന് എനിക്കറിയില്ല. Teach your children obedience to the word of God. ദൈവവചനത്തെ അനുസരിക്കുവാനായിട്ട് നിങ്ങളുടെ മക്കളെ നിങ്ങൾ പഠിപ്പിക്കുക. Don't defend your children against others. മറ്റുള്ളവരെ മധ്യത്തിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ന്യായീകരിക്കാതിരിക്കുക. If the Sunday school teachers in the CFC would tell me that my children were a little naughty,
CFC-യിലുള്ള സൺഡേ സ്കൂളിലെ പഠിപ്പിക്കുന്ന ആരെങ്കിലും ടീച്ചേഴ്സ് എന്റെ മക്കള് അവരെന്തെങ്കിലും ഒരു ശരിയായ രീതിയിലല്ല പെരുമാറിയത് എന്ന് എന്നോട് പറയുകയാണെങ്കിൽ, I would tell my children, I will listen to your Sunday school teachers. Don't come with some excuse to me. അപ്പൊ ഞാൻ അവരോട് പറയും, ഞാൻ എന്റെ നിങ്ങളുടെ സൺഡേ സ്കൂളിലെ ടീച്ചേഴ്സ് പറയുന്നതാണ് ഞാൻ ശ്രദ്ധിക്കുക, നിങ്ങൾ എന്റെ അടുത്ത് ഒരു ഒഴിവൊഴിവുമായിട്ട് വരരുത്. Don't give me any excuse. Just go and ask forgiveness from him. നിങ്ങൾ എന്നോട് ആ രീതിയിൽ ഒരു ഒഴിവൊഴിവ് പറയാതെ അവരോട് പോയി ക്ഷമ ചോദിക്കുക. I taught them to respect authority instead of defending my son against those who accuse him. കുഞ്ഞുങ്ങളെ എന്തെങ്കിലും കുറ്റം പറയുന്ന ആളുകളെ, അധികാരികളെ ഒഴിവാക്കുവാനല്ല, അവരെ അധികാരികളെ ബഹുമാനിക്കുവാൻ, അനുസരിക്കുവാനാണ് ഞാൻ അവരെ പഠിപ്പിച്ചത്. I taught them to respect the older brothers in the church, even if they were uneducated, poor brothers. പാവപ്പെട്ട വിദ്യാഭ്യാസമില്ലാത്ത സഹോദരന്മാരാണെങ്കിൽ പോലും സഭയിലുള്ള സഹോദരന്മാരെ ബഹുമാനിക്കുവാനായിട്ട് ഞാൻ അവരെ പഠിപ്പിച്ചു. And I see the result today. ഇന്ന് ഞാൻ അതിന്റെ ഫലം കാണുന്നു. My children are educated. ഇന്ന് എന്റെ മക്കൾക്ക് വിദ്യാഭ്യാസമുണ്ട്. When they come to Bangalore, ഇന്ന് അവർ ബാംഗ്ലൂരിലേക്ക് വരുമ്പോൾ mingle so freely with the poorest people in the church. സഭയിലുള്ള ഏറ്റവും പാവപ്പെട്ട സഹോദരന്മാരോടും അവർ വളരെ അവരോട് അടുത്ത് ഇടപഴകാറുണ്ട്. They respect them. അവരെ ബഹുമാനിക്കുന്നു. I am thankful. ഞാൻ നന്ദിയുള്ളവനാണ്. Brothers and sisters, bring up your children to respect everybody in the church. സഭയിലുള്ള എല്ലാവരെയും ബഹുമാനിക്കുമാർ ആ രീതിയിൽ നിങ്ങൾ അവരെ അഭ്യസിപ്പിക്കുക. You know, it's parents who are failing nowadays. Don't blame the children. ഇന്ന് മാതാപിതാക്കളാണ് പരാജയപ്പെടുന്നത്. നിങ്ങൾ മക്കളെ അല്ല കുറ്റം പറയേണ്ടത്. And we need to ask for God's help. നമുക്ക് ദൈവത്തിന്റെ സഹായത്തിനായിട്ട് ദൈവത്തോട് ചോദിക്കേണ്ടതുണ്ട്. I would only say it is God who finally brings up our children. എനിക്ക് അവസാനമായിട്ട് ഇതാണ് പറയുവാനുള്ളത്. ദൈവമാണ് നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരിക. But he wants us as parents to cooperate with him. എന്നാൽ മാതാപിതാക്കൾ എന്ന നിലയിൽ ദൈവത്തോട് സഹകരിച്ച് പ്രവർത്തിക്കുവാനായിട്ട് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. And if God sees that you do your part, God will definitely do his part. നാം നമ്മുടെ ഭാഗം ചെയ്യുന്നുവെങ്കിൽ ദൈവം തീർച്ചയായിട്ടും ദൈവത്തിന്റെ ഭാഗം ദൈവം നിവർത്തിക്കും. I pray that my longing is that all the children in our CFC churches will grow up to live for Jesus Christ. CFC സഭയിലുള്ള നമ്മുടെ എല്ലാ മക്കളും അവർ വളർന്നു വന്ന് കർത്താവിന് വേണ്ടി ജീവിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. They may not all be preachers because that is a gift God gives to some people. അവരെല്ലാവരും തന്നെ പ്രസംഗകരാകണമെന്നില്ല, അത് ദൈവം ചിലർക്ക് നൽകുന്ന ഒരു വരമാണ്. But they must all know the scriptures. പക്ഷെ അവർക്കെല്ലാം ദൈവവചനം അവർ അഭ്യസിക്കണം. Even if they cannot preach. അവർക്ക് പ്രസംഗിക്കുവാൻ കഴിവില്ലെങ്കിൽ. And they must all live godly lives. അവരെല്ലാം ദൈവഭക്തിയുള്ള ജീവിതം ജീവിക്കണം. And if they are sisters, they must all be modest in the way they conduct themselves and dress themselves. സഹോദരിമാരാണെങ്കിൽ അവര് വളരെ മോഡസ്റ്റ് ആയിട്ടായിരിക്കണം അവരുടെ വസ്ത്രധാരണം, അല്ലെങ്കിൽ അവര് എങ്ങനെയാണ് അവർ പെരുമാറുന്നത്, ഈ കാര്യത്തിലൊക്കെ അവർക്ക് ഒരു മോഡസ്റ്റി ഉണ്ടാവണം. God will help us. ദൈവം നമ്മെ സഹായിക്കും. And we must be different from all the worldliness that we see in today's Christendom in other churches. ഇന്ന് മറ്റ് സഭകളിൽ നാം കാണുന്ന ആ ഒരു ലോകമയത്വത്തിൽ നിന്ന് നമ്മുടെ മക്കൾക്ക് ഒരു മാറ്റം ഉണ്ടാവണം. So much of immorality in so many churches. അനേക സഭകളിൽ ഇന്ന് വളരെയധികം ഇമ്മൊറാലിറ്റി നടക്കുന്നു. Okay, let's pray that God will help us, all our children. അധാർമികത നടക്കുന്നു. നമുക്ക് ഈ കാര്യത്തിൽ നിന്നൊക്കെ ദൈവം നമ്മെ സൂക്ഷിക്കുന്നതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. Let's pray. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. Heavenly Father, സ്വർഗസ്ഥനായ പിതാവേ, I pray for these dear brothers and sisters of mine. എന്റെ ഈ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്കായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. These are my own precious brothers and sisters. എന്റെ സ്വന്തം സഹോദരന്മാരും സഹോദരിമാരും ആണല്ലോ ഇത്. They are closer to me than my own blood relatives. എന്റെ രക്തബന്ധത്തിലുള്ള എന്റെ ബന്ധുക്കളെക്കാട്ടിലും എന്നോട് അടുപ്പമുള്ള സഹോദരി സഹോദരന്മാരാണല്ലോ കർത്താവേ ഇത്. These are the people you have given me in my family. എനിക്ക് കുടുംബമായിട്ട് നൽകിയിരിക്കുന്നത് ഈ ആളുകളെയാണല്ലോ. From the north to the south of Kerala. കേരളത്തിന്റെ വടക്ക് മുതൽ
കേരളത്തിന്റെ തെക്ക് വരെ എനിക്ക് നൽകിയ സഹോദരങ്ങൾ. I pray you will encourage all of them today. കർത്താവേ, ഇന്ന് അവരെ ഓരോരുത്തരെയും അങ്ങ് ഉത്സാഹിപ്പിക്കണമേ. Give them a hunger after you. ദൈവമേ, അങ്ങയോടുള്ള ഒരു വിശപ്പ് അവർക്ക് നൽകണമേ. And help them to be genuinely filled with the Holy Spirit. യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിറവുള്ളവരായിട്ട് ജീവിപ്പാൻ അവരെ സഹായിക്കണമേ. To believe that if they receive your grace, no sin can rule over them. ദൈവത്തിന്റെ കൃപ ലഭിക്കുന്നുവെങ്കിൽ ഒരു പാപത്തിനും അവരുടെ മേൽ കർത്തൃത്വം നടത്തുവാൻ കഴിയുകയില്ല എന്ന് വിശ്വസിക്കുവാൻ അവരെ അഭ്യസിപ്പിക്കണമേ. Help them to put all their past failures under the blood of Christ. യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ തങ്ങളുടെ കഴിഞ്ഞ കാലത്തെ എല്ലാ പാപങ്ങളെയും അതിന്റെ മറവിൽ ആക്കുവാൻ അവരെ സഹായിക്കണമേ. From this day, forgetting what is behind, to press on to what is before. ഇന്നു മുതൽ പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ളത് ആഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ അവരെ സഹായിക്കണമേ. And please don't let them forget, Lord, what they heard today. ഇന്ന് അവർ കേട്ടതും മറന്നു പോകുവാൻ ദൈവമേ അങ്ങ് അനുവദിക്കരുതേ. Restore the hearts of the fathers and mothers to their children. മാതാപിതാക്കളുടെ ഹൃദയങ്ങളെ മക്കളോട് കർത്താവേ അങ്ങ് അടുപ്പിക്കണമേ. And the children to their parents. കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങളെ മാതാപിതാക്കളോട് അങ്ങ് അടുപ്പിക്കണമേ. And give us strong families and strong churches in Kerala. കർത്താവെ, കേരളത്തിൽ അപ്രകാരം ദൃഢബന്ധമുള്ള കുടുംബങ്ങൾ, കർത്താവെ ശക്തിയുള്ള സഭകൾ ഉടലെടുക്കുവാൻ അങ്ങ് ഇടയാക്കണമേ. And Holy Spirit anointed elders and shepherds. കർത്താവെ, പരിശുദ്ധാത്മ നിറവുള്ള മൂപ്പന്മാർ, ഇടയന്മാർ ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു. In Jesus' name. യേശുവിന്റെ നാമത്തിൽ തന്നെ. Amen. ആമേൻ.